വാട്ടർ പ്യൂരിഫയിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് വാട്ടർ വർക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ വാട്ടർ പ്യൂരിഫയിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ജില്ലാ സമ്മേളനം ഡിസംബർ 18 നടക്കും. ഓരോ ദിവസവും ജലശുദ്ധീകരണത്തിനായി പുതിയ സാങ്കേതിക വിദ്യകളാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇക്കാര്യത്തിൽ പ്രായോഗികത നേടാത്തവർ ഫീൽഡിൽ നിന്നും പുറത്താവുകയാണ്. എല്ലാവർക്കും സാങ്കേതിക വിദ്യാപരിചയവും പരിശീലനവും നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യം. നിരവധി പേർ ജലശുദ്ധീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള ആനുകൂല്യവും ലഭിക്കുന്നില്ല. ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിംഗ് നമ്മൾ STP, ETP എന്നൊന്നും പറയുന്നില്ലേ, എഫ്ലൂൺ ട്രീറ്റ്മെൻറ്റ്, മറ്റേ സീവേജ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊരു സംഘടനയാണ്. അതേമാതിരി വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വെള്ളം ശുദ്ധീകരിക്കുന്നു. സപ്പോസ് വീടുകളിലേക്ക് വേണ്ടി അതേമാതിരി ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ഉണ്ടാവും, കൊമേഴ്ഷ്യൽ പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലുള്ള ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ. അത് അല്ല, പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നവരും ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും. അത് ഞങ്ങളുടെ സ്റ്റാഫ്സ് ഉണ്ടാവും. ആ രീതിയിലാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു കൺസൾട്ടൻസി സർവീസ് പോലെയാണ് സാധാരണ നോർമലി ചെയ്യുന്ന എല്ലായിടത്തും. അപ്പോൾ എങ്ങനെയാണെന്ന് ആദ്യം ഈ വെള്ളം നമുക്ക് പരിശോധിക്കാതെ അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒരു ബ്ലൈൻഡായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കില്ല നമ്മുടെ. അപ്പം ഞങ്ങൾ വെള്ളം നോക്കി, വെള്ളം എടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിലെന്താണുള്ളത്, അതിനെങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിൽ ഒരു സയന്റിഫിക് അപ്രോച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. സെക്രട്ടറി സുരേഷ് കുമാർ, കെ പ്രജീത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.